Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbalan rizqan halalan tayyiban quluban khashi'an amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters. ഈ പരിശുദ്ധ ഹജ്ജ് മാസത്തിലെ 10 ദിവസത്തിന്റെ പ്രത്യേകതകൾ അല്ലെ, അത് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഈ 10 days, ഈ 10 ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പം നിങ്ങൾ വിചാരിക്കും 10 ദിവസം ആയിട്ടില്ലാലോ, ഇന്ന് ഡേറ്റ് 16 ആയിട്ടുള്ളൂ, 26-നാണല്ലോ തുടങ്ങുക എന്ന് അല്ലെ. അപ്പം ഈ ദിവസത്തിന് മുന്നോടിയായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇന്ന് തന്നെ സംസാരിക്കാൻ വെച്ചത്. വി ക്യാൻ സി, പരിശുദ്ധ ഹജ്ജിലേക്ക് ഇനി വെറും 10 ദിവസം 10 ദിവസം അല്ല, ഹജ്ജിലേക്ക് 20 ദിവസവും ഹജ്ജ് മാസം പിറക്കാൻ 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ. അപ്പം നമ്മള് ഈ അള്ളാഹു ജലാലിന്റെ മഹത്തായ കാരുണ്യം അല്ലെ, കാരുണ്യക്കടലായ അള്ളാഹു പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിച്ച സഹോദരന്മാർക്ക് ഒരുപാട് അല്ലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ഒരുപാട് ഓഫറുകൾ. അതുപോലെ തന്നെ അല്ലെ, സത്യവിശ്വാസികളായി ഈ ഭൂമിയിൽ കഴിയുന്ന നമ്മളെയും അള്ളാഹു ഗിവ് അപ്പ് ചെയ്തിട്ടില്ല അല്ലെ. നമുക്കും അള്ളാഹു എന്തൊക്കെയോ തരുന്നുണ്ട് അല്ലെ. ഇന്ന വഅദല്ലാഹിൽ ഹഖ് അല്ലെ, അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ വെൽത്ത് വൈസ്, ആരോഗ്യം കൊണ്ടോ ശരീരം കൊണ്ടോ ബൈ ചാൻസ് സന്ദർഭവശാൽ പോകാൻ പറ്റാത്ത നമ്മളെ അള്ളാഹു ഒരു തരത്തിലും കൈവിട്ടിട്ടില്ല അല്ലെ. അൽഹംദുലില്ലാ, ബാറക്കല്ലാ, മാഷാ അല്ലാ. അപ്പൊ അതായത് ഓഫറുകൾ നമുക്ക് തരും, ധാരാളം ഓഫറുകൾ, അനവധി ഓഫറുകൾ അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അല്ലെ. ടു മേക്ക് യു അവെയർ, നിങ്ങളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് തന്നെ ഈ ക്ലാസ് ഇട്ടത് അല്ലെ. ഇന്ന് തന്നെ സംസാരിച്ച് തുടങ്ങിയത്. ഏകദേശം 10 ദിവസത്തിന്റെ അടുത്തുണ്ട് നമുക്ക് ഹജ്ജ് മാസം ഒന്ന് പിറക്കുവാൻ അല്ലെ. അപ്പം ഈ ദിവസങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോഴും ഗഫ്ലത്തിലാണ് അല്ലെ. നോമ്പ് 9 ദിവസം നോൽക്കണ്ടേ, അത് ബിദഅത്താണോ അല്ലേ, സദഖ കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ഇല്ലേ, ഇങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ട് അല്ലെ. മാമിൻ അയ്യാമിൻ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി അല്ലെ. അള്ളാഹുവിന് ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന അമലുകളേക്കാൾ ഇഷ്ടം അല്ലെ. യഗ്നി അയ്യാമുൽ അഷർ, ഈ 10 ദിവസം ചെയ്യുന്ന അമലുകളേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു ദിവസങ്ങളുമില്ലെന്നാണ് പറയുന്നത് അല്ലെ. എന്തൊക്കെ പോരിശകളും പ്രത്യേകതകളുമാണോ ഈ 10 ദിവസങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് ക്രമേണ അല്ലെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അപ്പം ഈ മഹത്തായ സുദിനം അടുത്ത 26-നായിട്ടായിരിക്കും ചിലപ്പോ ഒന്നില്ലേ, ആ ദിവസത്തിലേക്ക് നമ്മൾ ഒന്ന് ഒരുങ്ങേണ്ടിയിരിക്കുന്നു അല്ലെ. നമുക്കറിയാം പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ റജബ് തന്നെ വിത്ത് നട്ടു, ഷാബാനിൽ വെള്ളം നനച്ചു, വളം നൽകി, റമളാനിൽ കൊയ്തു, ഇഅ്തികാഫിരുന്നു, പെരുന്നാൾ ആഘോഷിച്ചു അല്ലെ, 16 നോമ്പ് നോറ്റു, അങ്ങനെ ഒരുപാട്. എന്നാൽ ഇത് ആക്ച്വലി ഹാജിമാർക്കുള്ളതാണ്. പക്ഷെ അതിനിടയിലും അള്ളാഹു ജല്ല ജലാല് നമ്മളെ കൈവിട്ടിട്ടില്ല അല്ലെ. നമുക്കും ഒരുപാട് ഓഫറുകൾ ഈ മലയാള മണ്ണിൽ നിന്നിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നിട്ടും നേടാവുന്ന ഒരുപാട് ഓഫറുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം റമളാനിലെ 10 പകലുകളേക്കാൾ ഈ പവിത്രമായ സുദിനങ്ങൾ നാം ഒരിക്കലും ഗഫലത്തിലായിക്കൂടാ, അശ്രദ്ധയിലായിക്കൂടാ അല്ലെ. ബിക്കോസ് ഇതിന്റെ കാരണം ഈ ദിനങ്ങൾ റമദാനിലെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് അല്ലെ. ഇതിന്റെ മഹത്വം അറിയാതെ പോകരുതൊരിക്കലും. അതായത് നമ്മൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വെച്ചാൽ ഈ 26-ാം തീയതി മുതൽ ഹജ്ജ് മാസം ഒന്ന് തുടങ്ങുകയാണ്. ആ 10 ദിവസങ്ങളിലും നമ്മൾ പകൽ മുഴുവൻ അമലുകളിൽ മുഴുവൻ വ്യാപ്തരായിരിക്കണം. അമലുകളിലെ ദിക്റുകളിലും ദുആകളിലും ഒക്കെ കിടന്ന് കെട്ടിമറിഞ്ഞ് എത്രത്തോളം പ്രതിഫലം നമുക്ക് നേടാമോ അത്രത്തോളം അല്ലെ. ഈ അയ്യാമിൽ അഷർ അള്ളാഹ്
ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. അപ്പൊ പെരുന്നാള്, ഷോപ്പിംഗ്, വിരുന്ന്, സൽക്കാരം, അൺവാണ്ടഡ് ഫോൺ കോൾസ്, ചാറ്റിങ്ങും ചീറ്റിങ്ങും, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒത്തിരി 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 കാര്യങ്ങൾ വേണ്ടാണ്ട് സമയം കൊല്ലുന്നുണ്ട് അല്ലേ. അതായത് പിന്നെ പിന്നെ വീട് പിന്നെ വീട്ടിലെ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും മറ്റു പല വിഷയങ്ങളിലും ഒക്കെ നമുക്ക് ഇങ്ങനെ കുറേ സമയം കൊല്ലുന്നുണ്ട്. ഇപ്പൊ സ്കൂള് പൂട്ടിയത് കൊണ്ട് ഒരു ടൂറ് പോകാന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെ ടൈം കില്ലിങ് എൻഗേജ്മെന്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 26-ാം തീയതി മുതൽ 10 ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആവേണ്ടത് എന്തിലാണ്? നമ്മള് പിന്നെ ഈ അമലുകളിലേക്ക് ഈ 10 ദിവസം എന്തൊക്കെ അമല സ്വാലിഹാത്തുകൾ ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുള്ളി ഇൻവോൾവഡ് ആവണം അല്ലെ. ഈ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ദർഫോർ അതായത് പെരുന്നാൾ പ്രമാണിച്ച് എന്തായാലും നമുക്കൊരു ഡ്രസ്സ് വാങ്ങണം, ചിലപ്പോൾ ചെരുപ്പ് വാങ്ങേണ്ടി വരും, ചിലപ്പോൾ ഷോള് ബാക്കിയാവും അല്ലെ. ഈവൻ ചെരുപ്പ് മുതൽ മുടിയിൽ കുത്തുന്ന ക്ലിപ്പ് വരെ. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ക്ലിപ്പും ഒക്കെ വാങ്ങണമല്ലോ. നമ്മൾ വിചാരിക്കും ക്ലിപ്പ് എന്തിനാ, പക്ഷെ അങ്ങനെയല്ല. പെരുന്നാളിന് മുടിയൊക്കെ വൃത്തിക്ക് കെട്ടിപ്പോണേ ക്ലിപ്പ് വാങ്ങണം, ചെരുപ്പ് വാങ്ങണം, ഷൂ വാങ്ങണം. അപ്പൊ വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഈ 26-ന് മുമ്പേ ആയിട്ട് നമ്മൾ പോയി ചെയ്ത് വെക്കണം അല്ലെ. എന്നിട്ട് രോഗ സന്ദർശനവും മറ്റ് എൻഗേജ്മെന്റ്സും സൽക്കാരങ്ങളും ഷോപ്പിങ്ങും പിന്നെ ടൂറും എല്ലാം കഴിഞ്ഞ് ഈ 10 ദിവസം വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാ പണികളും കഴിച്ച് നമ്മൾ പകൽ സമയം ഇബാദത്തിന് വേണ്ടി ഫുള്ളി ഇൻവോൾവഡ് ആവുക അല്ലെ. ഇബാദത്തിൽ വേണ്ടാത്ത ഒരു കോൾസും ആ സമയത്ത് എടുക്കാതിരിക്കുക. ദിക്റുകളാൽ മുഖരിതമാവട്ടെ നമ്മുടെ അന്തരീക്ഷം അല്ലെ. ദിക്റുകൾ അതായത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഉമർ ഖത്താബൊക്കെ വെറുതെ ഇരിക്കുമ്പോ ചിലപ്പോ അങ്ങാടി പോയിട്ട് അങ്ങാടിയിലെ ദുആകൾ ചെല്ലുമായിരുന്നു. ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ദുആ ആണ് അല്ലെ. നിങ്ങൾക്കെല്ലാം അറിയാന്ന് വിചാരിക്കുന്നു അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഒരു ദുആയുണ്ട്. അങ്ങാടി പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലേ. അങ്ങാടിയിൽ എത്തുമ്പോൾ നമ്മൾ അങ്ങാടി പാസ് ചെയ്യുമ്പോഴൊക്കെ ആ ദുആ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദുആ ആണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്തൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അങ്ങാടി പോയി നിന്നിട്ട് ആ ദുആകൾ ചെല്ലുമായിരുന്നു. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്നിട്ട് ദുആയും ദിക്റുകളും ഖുർആൻ പാരായണവും നിസ്കാരവും, ഞാൻ പറഞ്ഞില്ലേ, ഈ 10 ദിവസം കേണ് കിട്ടുന്ന ഓഫറാ അല്ലെ. നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചിരുന്ന എന്താന്ന് വെച്ചാല് ഇതൊക്കെ തന്നെ ആർക്കുള്ളതാണ്? ഹാജിമാർക്കുള്ളതാണ്. നമുക്കിതിലൊന്നും വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല, നമുക്കിതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത് അല്ലെ. റമദാനിന്റെ പ്രത്യേകത എന്താ വെച്ചാല് രാത്രിയിലാണ്. റമദാനിലെ രാത്രികൾക്കാണ് പ്രാധാന്യമെങ്കിൽ ദുൽഹജ്ജ് മാസത്തിലെ പകലുകൾക്കാണ് പ്രാധാന്യം. ഇനി ദുൽഹജ്ജ് മാസത്തിന് ഒട്ടനവധി സവിശേഷതകൾ എന്താണെന്ന് നോക്കാം അല്ലെ. അതായത് അറബി മാസത്തിൽ അവസാനത്തെ മാസമാണ്, എൻഡ് ഓഫ് ദ മന്ത് ആണ് അല്ലെ. പിന്നെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ രണ്ടാമത്തേതാണ് ദുൽഹിജ്ജ മാസം. പിന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുവാനായി അള്ളാഹു തിരഞ്ഞെടുത്ത മാസം അല്ലെ. അതായത് ഹജ്ജ് വേറൊരു മാസത്തിലും ഒരു സ്ഥലത്ത് വെച്ചും ഒരു മാസത്തിലും നിർവഹിച്ചാൽ പറ്റൂല. അത് മക്കയിൽ വെച്ച് തന്നെ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഹജ്ജ് നിർവഹിക്കണം. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെയാണോ കാട്ടിത്തന്നത് അതുപോലെ അല്ലെ. ഇസ്ലാമിലെ 2 ആഘോഷ ദിനങ്ങൾ ഒന്നായ ഈദുൽ അദ്ഹ പിന്നെ ഈദുൽ അദ്ഹയുള്ളത് പരിശുദ്ധ ഹജ്ജ് മാസത്തിലാണ്. പിന്നെ ഇബാദത്തുകളുടെ മാതാക്കൾ എന്ന് പറയപ്പെടുന്ന ഉമ്മഹാത്തു ത്വാഗത്തി എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ അല്ലെ. ഇസ്ലാം കാര്യങ്ങളിൽ നോമ്പ്, സക്കാത്ത്, അല്ല പിന്നെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാ കർമ്മങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരേ ഒരു മാസം ഏതാണ്? ദുൽഹജ്ജ് മാസം അല്ലെ. സക്കാത്തും നോമ്പും നമസ്കാരവും ഷഹാദത്തൊക്കെ നമുക്ക് മറ്റുള്ള മാസങ്ങളിലും നിർവഹിക്കാം. ബട്ട് നമുക്ക് പിന്നെ എന്ത് പറ്റൂല? ഹജ്ജ് മാസത്തിൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇസ്ലാം കാര്യങ്ങളിലെ 5 കർമ്മങ്ങളും ഒരേപോലെ സമ്മേളിക്കുന്ന ഒരു മാസമാണ് ഈ ദുൽഹിജ്ജ മാസം. മതിയോ? ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച്
ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളാണ്. അതിലെ അറഫ ദിവസമാണ് അതിനേക്കാൾ പവിത്രമായത്, അല്ലെ, അതിനേക്കാൾ മഹത്വമായത്. അതിൽ തന്നെ യൗമുൻ നഹർ എന്നറിയപ്പെടുന്ന പെരുന്നാൾ ദിവസത്തിനും ഉണ്ട് കൂടുതൽ ശ്രേഷ്ഠത, അല്ലെ. പെരുന്നാളിന്റെ ദിവസവും വലിയ പെരുന്നാൾ വളരെ ശ്രേഷ്ഠമായ പെരുന്നാളാണ്. ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായിട്ടുള്ളത്, അല്ലെ. അങ്ങനെ ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ അന്ന് ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, ചാരിറ്റി ആവട്ടെ, ദിക്റാവട്ടെ, ദുആ ആവട്ടെ, പിന്നെ മറ്റെന്ത് നിസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങള്, നോൻപ്, എന്ത് കർമ്മം ചെയ്താലും അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരവുമാണ്. സെക്കൻഡ് വൺ, അതായത് അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രതിഫലമുള്ളതുമാണ്. അപ്പൊ നമ്മൾ ഈ 10 ദിവസം, അതായത് നെക്സ്റ്റ് 26-ാം തീയതി ആണെങ്കിൽ, അറിയില്ല അന്നാണോ മാസം കാണാന്നല്ലേ, ആ ദിവസത്തിലേക്ക് നമ്മൾ എല്ലാ ജോലികളും തീർത്തില്ലേ, നമ്മുടെ തിരുമ്പലും അലക്കലും വീട് വൃത്തിയാക്കലും അലക്കാനൊക്കെ ഡെയിലി ഉണ്ടാവും, നല്ലൊരു ഒരു എന്താ പറയാ ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവില്ല, അങ്ങനത്തെ പണികളൊക്കെ തീർത്ത് പോകാനുള്ളിടത്തൊക്കെ പോയി രോഗികളൊക്കെ സന്ദർശിച്ച് അങ്ങനെ ഇതിലേക്ക് നിമഗ്നരായിട്ടിരിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ചാരിറ്റിപരമായ കാര്യങ്ങൾ. അത് നമുക്ക് ഈ 10 ദിവസത്തിനുള്ളിൽ നിർവഹിക്കാം, കാരണം ഒരുപാട് പ്രതിഫലമുണ്ടല്ലോ, അല്ലെ. ഈ ദിവസത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്, അല്ലെ. സൂറത്തുൽ ഫജ്ർ അല്ലെ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഈ വൽ വത്ർ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് നമുക്കറിയാം. ഇത് ഈ ദിവസങ്ങളെ കുറിച്ചാണ് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ അറഫ നോൻപ് എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ഓഫറാണ്, നമുക്കുള്ള ഒരു പാരിതോഷികമാണ്. പാരിതോഷികം, അല്ലെ, ജസാ, എന്താ പറയണ്ടേ, അള്ളാഹുവിൽ നിന്നുള്ള പിന്നെ ഒരു ഗിഫ്റ്റാണ്, ഗിഫ്റ്റ് ഓഫ് അള്ളാഹ്, അല്ലെ. അതായത് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഈ അറഫ ദിവസത്തിലെ നോൻപ്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ, ഹാജിമാർക്കില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അള്ളാഹു അവന്റെ അടിയാന്മാറുകൾക്ക് ഏറ്റവും കൂടുതൽ പാപമോചനം നൽകുന്ന ഒരു ദിവസവും കൂടിയാണ് അറഫ ദിനം. പാപമോചനവും നരകമോചനവും ഒക്കെ നൽകുന്നു, അല്ലെ. ഈ അറഫയിലെത്തിയ ഹാജിമാരോടൊക്കെ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുവാൻ പറയണം. അതും പൂർവ്വപിതാക്കളും പൂർവ്വഭാര്യ കൊണ്ട് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരും എല്ലാം, അല്ലെ, അവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുവാനും പറയണം. കഴിഞ്ഞോ, ഇനിയും തീർന്നില്ല, അല്ലെ. വുളൂഹിയത്ത് എന്ന് പറയുന്ന ഒരു പരിശുദ്ധ കർമ്മവും നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. മാത്രവുമല്ല ഈ 13 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോമ്പും ഹറാമാണ്, അല്ലെ. അന്നേ ദിവസങ്ങൾ തിന്നുവാനും, 5 ദിവസങ്ങളിൽ തിന്നുവാനും കുടിക്കുവാനും ഇറച്ചിയൊക്കെ വേവിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയല്ല ഇഷ്ടം പോലെ കഴിക്കാനുള്ളതാണ്. 13 വരെ നോൻപും നോൽക്കേണ്ടതില്ല. 1 മുതൽ 9 വരെ നോൻപ് നോൽക്കാം. 10 ദിവസം മഹത്വമാണെങ്കിലും നോൻപ് 9 വരെ പറ്റുള്ളൂ. അതിന് പല തെളിവുകളുമുണ്ട്, ഇൻഷാ അല്ലാഹ് ക്രമേണ പറയാം. ദുൽഹജ്ജ് മാസത്തിൽ 10 ദിവസങ്ങൾ സമാഗതമായാൽ താബിഈകളിൽ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പോ ഈ പണ്ടത്തെ പിന്നെ താബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ കമന്ന് കിടന്ന് അവർ പരിശ്രമിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് ലൗകികതകളുണ്ട്, അല്ലെ. വിരുന്ന്, സൽക്കാരം, പോക്ക്, വരത്ത്, ഡ്രസ്സ് എടുക്കല്, പിന്നെ അങ്ങനെ ടൂറ്, അത് ഇത്. കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ, അല്ലെ. മോളെ കുട്ടികൾ വരും, മോന്റെ കുട്ടികൾ വരും, അല്ലെ, നമ്മൾ അവരെ കൂടെ പോവും. അങ്ങനെ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ഒരിക്കലും ഇതുപോലെ നമ്മൾ ഹൈദരാബാദ് കാണണമെന്ന് കുറെ കാലം പറഞ്ഞ് പൂതിച്ച് ഒരുങ്ങി നോക്കുമ്പോൾ പെരുന്നാളിനാണ് ആയിഷക്ക് ലീവ് കിട്ടി. അങ്ങനെ പോകാന്ന് വെച്ച്. അപ്പൊ അന്നേ ദിവസം 8 വരെ ഞാൻ നോമ്പ് നോറ്റ്. 9ാമത്തെ ദിവസമാണ് ഇവര് ഹൈദരാബാദിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു പോയൊക്കെ ആയിപ്പോയി അറഫാന്റെ. ഞാൻ പറഞ്ഞ എന്തായാലും 8 നോമ്പ് നോറ്റ സ്ഥിതിക്ക് ഈ 9ാമത്തെ അറഫന്റെ നോമ്പ് ഞാൻ ഒഴിയില്ല, ഞാൻ പിടിക്കാൻ എനിക്ക് പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്ര സാരല്ല, പിടിക്കുക, സുന്നത്ത് നോമ്പാണല്ലോ, മുറിക്കാൻ അലൗഡ് ആണല്ലോ, മുറിക്കാലോ എന്നും പറഞ്ഞ് ഞാൻ പിടിച്ചു പോയി.
അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ബെഞ്ചും ഡെസ്കൊക്കെ കാണുമ്പോൾ അവിടെ കിടന്നു ഇരുന്നൊക്കെ ഞാനാ നോൻപ് മുഴുവനാക്കി. അൽഹംദുലില്ലാ മാഷാ അല്ലാ. തിരിച്ചു വരുമ്പോഴാണ് നോമ്പ് തുറക്കുന്ന സമയം. അപ്പൊ അത്രയും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നാം ഉദ്ദേശിച്ചിറങ്ങി കഴിഞ്ഞാൽ അത് അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും. കാരണം ആ 8 നോമ്പ് നോറ്റ എന്നെ കൊണ്ട് അന്ന് ഭയങ്കര വെയിലും, ആ ഫിലിം സിറ്റി ഒക്കെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണല്ലോ. അപ്പൊ അവിടൊക്കെ അന്നൊക്കെ വെയിലത്ത് നടന്ന് കൊട പിടിച്ചും ബെഞ്ചുമ്മ കിടന്നു. അപ്പൊ ഇങ്ങനെ ഇവര് കളിയാക്കുവോ ഇവിടെ എത്തിയിട്ട് കിടക്കുന്നു. ഞാൻ പറയാത് ഇനിയിപ്പോ ഞാൻ കിടക്കുന്നത് കാണാൻ ഇവിടെ ആരും ഇല്ല, കുറെ നോൺ മുസ്ലിംസും കണ്ട ടൂറിസ്റ്റ് ഒക്കെ അല്ല, അവരിപ്പോ ഞാൻ കിടക്കുന്നത് കണ്ടപ്പോ എന്താന്ന് പറഞ്ഞിട്ട് ഞാന് അപ്പൊ ഹൈദരാബാദിലായിരുന്നു ആ ദിവസത്തെ അപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മൾ കൂടിയത്. അപ്പൊ ആ ദിവസങ്ങൾ പോലും നമുക്ക് എന്തിനു പറ്റി അമലുകൾ ചെയ്യാനും വർദ്ധിപ്പിക്കാനും. അപ്പൊ അവിടങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ആ ദിക്റുകളൊക്കെ എടുക്കുമ്പോ ഭൂമിയുടെ എല്ലാ ഭാഗത്തുള്ളവ മലക്കുകളും അവിടുത്തെ മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ദിക്റിന്റെ സാക്ഷികളായിത്തീരും അല്ലെ. അപ്പം ദുൽഹിജ്ജ് 10 ദിവസത്തിന്റെ പിന്നെ ദിവസം സമാഗതമായാൽ സഈദ് ബിൻ ജുബൈർ ഒക്കെ പറയുന്നത് കേട്ടാച്ചാൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിരുന്നു. അതായത് എനിക്കിനി കയ്യൂല, ഞാൻ ചെയ്ത് മതിയായി പോയി എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ ലൊഹറിനൊക്കെ ഒരുപാട് നേരം ലൊഹർസ്കാരത്തിലേക്കൊക്കെ വന്നിരിക്കുക, ഇരുന്നിട്ട് സുന്നത്തിലൊക്കെ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക, അങ്ങനെ അല്ലെ. പിന്നെ ഖുദാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാകുന്നു. അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിക്കുന്നതും അന്ന് ഇബാദത്തുകൾ കൂടുതൽ പ്രയത്നിക്കൽ സുന്ന. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ സാധാരണ 2 ലോഹറിന് നിസ്കരിക്കലും സുന്നത്ത് നിസ്കരിക്കലുള്ളൂ, ഇപ്പോഴായിട്ട് ഇനി അന്ന് അത് നോക്കണ്ട. ആ സമയങ്ങളിൽ നമ്മൾ ധാരാളമായിട്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ധാരാളമായിട്ട് പാരായണം ചെയ്യുക. അതുപോലെ മറന്നു പോയിട്ടുള്ള ഹിഫ്ള് പോയിട്ടുള്ള ആയത്തുകളൊക്കെ വീണ്ടും കാണാണ്ട് പഠിക്കാം, നമുക്ക് ഖുർആൻ ഓതാം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് പറയുന്ന ദിക്റുകളാണ് അല്ലെ. തഹ്ലീലും തഹ്മീദും തസ്ബീഹും തക്ബീറും ഒക്കെ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതിൽ ഏതുകൊണ്ട് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാലും നോ പ്രോബ്ലം അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമിൽ അശർ. എനിക്ക് ഈ 10 ദിവസത്തേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു അമലുകൾ ചെയ്യാൻ മറ്റൊരു ദിവസവും ഇല്ല എന്ന് പറയുമ്പോൾ സഹാബത്ത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് മടക്കി ചോദിക്കുന്നുണ്ട്, അപ്പൊ യാ റസൂലല്ലാഹ്, അപ്പൊ ജിഹാദി ഫീ സബീലില്ലാഹ്, അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ജിഹാദ് ഫീ സബീൽ, അതായത് ജിഹാദും ഇല്ലാന്ന്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹവും ധനവും യുദ്ധത്തിന് വേണ്ടി പിന്നെ കുറെ പൈസയും കൊണ്ടുപോയി ആരോഗ്യവും പോയി അവന് മരിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ ഈ 10 ദിവസത്തേക്കാൾ ഉന്നതനാകും. മനസ്സിലായോ? അതായത് ഒരാള് യുദ്ധത്തിൽ പുറപ്പെട്ടു, അയാളെ സ്വത്തും പോയി സമ്പാദ്യവും പോയി എല്ലാം പോയി, അയാൾ മരിക്കുകയും ചെയ്തു എങ്കിൽ മാത്രമേ വലി ജിഹാദി ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞ പോലെ അയാൾ ഈ ദിവസത്തിനേക്കാൾ മഹത്തരമായി തീരുകയുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അത്രക്കേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്, അള്ളാഹ്ക്കേറെ ഇഷ്ടപ്പെട്ടതാണ്, ഒരുപാട് പ്രതിഫലം തരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂലി അധികം ഉള്ളത് കൊണ്ട് ഒരുപാട് പണിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ലേഡീസായി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അനാവശ്യ ഫോൺ കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഫോൺ എടുക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞ് മണിക്കൂറുകളോളം മിനിറ്റുകളോളം പറയും. പക്ഷെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇന്നയാള് പ്രസവിച്ചു, ഇന്നയാള് മരിച്ചിട്ടോ, നമ്മൾ പോണ്ട്, നിങ്ങൾ വരുന്നോ, കഴിഞ്ഞു. വെറും ഒരു സെക്കൻഡുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോൺ എടുത്താ വലിച്ചു നീട്ടി സംസാരിക്കുന്നത്. അപ്പൊ അതിനൊന്നും നിൽക്കരുത്. കുട്ടികളെയും കൂട്ടി ദിക്റിലും ദുആകളിലും അല്ലെ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ദുആ ദിക്റിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ദുആകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഓതാം. അതുപോലെ കിച്ചണിലൊക്കെ ആകുമ്പോൾ നമ്മൾ
ദിക്ർ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോ ചോറ് വെക്കാൻ ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഫോൺ വന്നു, അല്ലെങ്കിൽ ബെല്ലടി കേട്ടു, അപ്പൊ നമ്മൾ ഓഫിലത്തിലായി പോവും. അപ്പം ഈ വീഡിയോ അങ്ങനെ ഇട്ട് വെച്ചാൽ ആ ദിക്ർ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ മുറ്റത്ത് പോയി മീൻ കഴുകി മറിച്ചാലും, പിന്നെ അലക്കിയതൊക്കെ എടുത്ത് മുറ്റത്തുനിന്ന് വന്ന് വീട്ടിലകത്ത് കയറിയാലും, അപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഈ ദിക്റിന്റെ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളും അറിയാതെ അതിന്റെ കൂടെ ഓതിപ്പോകും. അതൊരു നല്ല ഓപ്ഷനാണ് അത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അല്ലെ. അപ്പോ പിന്നെ ദുൽഹജ്ജിലെ 10 ദിവസങ്ങളിൽ തസ്ബീഹും തഹ്ലീലും തഹ്മീദും, അതായത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റും ധാരാളമായി വർദ്ധിപ്പിക്കുക. പിന്നെ അറഫാ ദിനത്തിന്റെ സ്പെഷ്യൽ നോമ്പിന് ഒരുപാട് പുണ്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. പിന്നെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു മാമിൻ അയ്യാമുൽ അഅ്ലമ ഇൻദല്ലാഹ് സുബ്ഹാന വല ഉഹിബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. അത് തന്നെ പറയാണില്ല, അള്ളാഹുവിന് ഈ ദിവസങ്ങളിൽ അമല് ചെയ്യപ്പോ ഈ ദിവസത്തെ അമലുകൾക്ക് ഒന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, രണ്ടാമത്തെ ഭയങ്കര ശ്രേഷ്ഠമാണ്, മൂന്നാമത്തത് ഒരുപാട് പ്രതിഫലവും കിട്ടും. അപ്പൊ ആ ദിവസങ്ങളിൽ പിന്നെ പകൽ സമയത്ത് നമുക്ക് കഴിയുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്യാം. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിമഗ്നരാവുക അല്ലെ. അപ്പൊ നമ്മൾ ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് മുഹറം മാസത്തിലേക്കും എന്തെങ്കിലുമൊക്കെ എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. നന്നായി ദാനധർമ്മം ചെയ്യുന്ന ഗ്രൂപ്പാണ് നമ്മുടെ യാസീൻ മിഷ്കാത്ത് ഗ്രൂപ്പുകാരില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മുഹറത്തിലേക്ക് ചെയ്യാൻ വെച്ച പൈസയും കൂടെ ഈ സമയത്ത് തന്നെ നമുക്ക് ദാനം നിർവഹിക്കാം. ഒന്നാമത് ശ്രേഷ്ഠത കൂടിയതാണ്, രണ്ടാമത് പ്രതിഫലമുണ്ട്, മൂന്നാമത് പിന്നെ മുഹറത്തിൽ കിടക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നമ്മളെ ഖജാനയിലേക്ക് വീണ്ടും വീണ്ടും അള്ളാഹു ധനം തന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. തീർന്നു പോകുന്നു വിചാരിച്ചിട്ട് ആരും ചെലവാക്കാതെ നിൽക്കേണ്ടതില്ല. പിന്നെ ആരോഗ്യം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലുകളിൽ ഒരു അമലാണെന്ത്, പിന്നെ നോൻപ് അല്ലെ, നിസ്കാരവും നോമ്പൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ 9 ദിവസവും ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ക്ഷീണത്തിന് ഇപ്പൊ മറ്റേ വൈറ്റമിൻ ഗുളി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിച്ച് ബോഡി ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച്, ഇപ്പൊ വേനലാണല്ലോ ജ്യൂസ് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണല്ലേ. കുടിച്ച് ആരോഗ്യമൊക്കെ ഒന്ന് ലെവല് ചെയ്ത് വെച്ചിട്ട് 26 എന്ന് പറയുന്നപ്പോ ഏതായിരിക്കും ദിവസം, 22 വ്യാഴം, 23, 24, 25 തിങ്കളാഴ്ച ആയിരിക്കും. അങ്ങനെ തിങ്കൾ നോമ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തിങ്കളുടെ കൂലിയും കിട്ടും, പിന്നെ ഹജ്ജ് മാസത്തിന്റെ കൂലിയും കിട്ടും അല്ലെ. അപ്പൊ ആ ദിവസത്തേക്ക് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കി വെക്കുക, മാക്സിമം നോമ്പ് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞനുഗ്രഹിച്ച മഴയും നമുക്കില്ലേ നല്ല മഴയും തരട്ടെ. ഏതായാലും ജൂണിനോട് അടുത്തുള്ള സമയങ്ങളായതുകൊണ്ട് മഴയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ റാഹത്താവും. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നത് കേൾക്കുക. ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിന്റെ അടുത്ത് ഈ ദിനത്തേക്കാൾ ശ്രേഷ്ഠമുള്ള മറ്റു ദിനമോ അതിനുള്ള കർമ്മങ്ങളെക്കാൾ ഉത്തമമായ മറ്റു കർമ്മങ്ങളോ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങൾ ഫ്രീ ആണ്, നാട്ടിലാണ്, വെറുതെയാണ്, കുട്ടികൾക്ക് വെക്കേഷൻ ആണ്, വീട്ടിൽ കുട്ടികളുണ്ട്, ഓരോടൊപ്പം നമസ്കരിക്കാം, ഓരോടൊപ്പം ക്ലാസ്സുകൾ എടുക്കാം അല്ലെ. ഓരോ ക്ലാസ് ഒക്കെ ഇപ്പൊ കുറെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലൊക്കെ കയറിയിട്ട് കുറെ പിന്നെ എന്ത് പഠിച്ചവരുണ്ട്, പ്രസംഗം പഠിച്ചവരുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന്റെ ചെറിയ ടോപ്പിക്സ് എടുത്തിട്ട് ഉമ്മനെയും ഭർത്താവിനെയും കുട്ടികളൊക്കെ കൂട്ടിയിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാം അല്ലെ. അതോ ഒരു പ്രതിഫലമാണല്ലോ, ഒരു ദാവയാണല്ലോ നമ്മൾ നിർവഹിക്കുന്നത് അല്ലെ. അതുകൊണ്ട് മാത്രവുമല്ല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. മറ്റു ദിക്കൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അതായത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം എന്നൊക്കെ നമ്മൾ നമസ്കാരത്തിന് ശേഷം ചൊല്ലിയ ശേഷം വീണ്ടും ദിക്റുകൾ വർദ്ധിപ്പിക്കട്ടെ. അയ്യാമുത് തശ്രീഖിന്റെ അവസാന ദിവസം അസർ നമസ്കാരം വരെയാണ് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ ചെയ്യേണ്ടത്. അപ്പം നമ്മള് ഈ പിന്നെ പെരുന്നാൾ രാവിനൊക്കെ ചെല്ലുന്ന ദിക്റുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ദിക്റ് പിന്നെ ഈ പെരുന്നാളിന് നമ്മൾ എന്ത് ചെയ്യണം, 13ാമത്തെ ദിവസം അയ്യാമുത് തശ്രീഖിന്റെ അസർ നമസ്കാരം വരെ ചെല്ലണം. മാത്രവുമല്ല ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമസ്കാരപ്പായില് പിന്നെ നിസ്കാര ശേഷം ഈ ദിക്റുകൾ ഒരുമിച്ച് ഒരുപാട്
പിന്നെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം അല്ലെ. നമസ്കാര ശേഷമുള്ള തക്ബീറുകളും ഒരുമിച്ച് കൂടുന്ന സമയമാണ് അറഫാ ദിനത്തിന് ഫജ്ർ മുതൽ അസ്ർ നമസ്കാരം വരെയുള്ള സമയം അല്ലെ. അപ്പം അറഫാ ദിനത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീക്ക് വരെയുള്ള ദിവസങ്ങളിൽ അത് ഒന്നാം മുതലേ ദിക്ർ തുടങ്ങണം. എസ്പെഷ്യലി ചൊല്ലേണ്ടത് അറഫാ ദിനം മുതൽ അതിന്റെ അയ്യാമു തശ്രീക്ക് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ 13-ന് നോൽബ് നോൽക്കേണ്ടതില്ല, 14, 15 നോറ്റാ മതി. അപ്പൊ 10, 11, 12, 13 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല കേട്ടോ. മനസ്സിലായില്ലേ? അത് ഏതിന്റെ ദിവസങ്ങളാണ്? ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് അന്നേരം ആടും ബീഫും ഒട്ടകവും ഒക്കെ അറുത്ത് തിന്നാനുള്ള സമയങ്ങളാണ് അല്ലെ. ഷെയ്ഖ് ഇബ്നു ഉസ്മാൻ ഫത്താവുൽ ഖുർആനില് അതിൽ പറയുന്ന വെച്ചാൽ ഒരൊറ്റക്ക് നമസ്കരിക്കുന്നവനും ജമാഅത്തായി നമസ്കരിക്കുന്നവനും അറഫാ ദിവസത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീക്കിന്റെ അവസാന ദിവസം വരെ നമസ്കാര ശേഷം വരെ ഓരോ നമസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് ഈ അല്ലാഹു അക്ബർ ഞാൻ ചൊല്ലിയില്ലേ, ആ തക്ബീറുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം അല്ലെ. അപ്പൊ നമ്മളൊന്നും അത് ഗഫ്ലത്തിലാണ് സാധാരണ നമ്മൾ അടുക്കളയിൽ പണിയിലായിരിക്കും, അപ്പൊ നമുക്ക് മറന്നുപോകും. പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ അത് ചെല്ലല് കൃത്യമായിട്ട് ഓർമ്മിച്ച് ചെല്ലണം. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടമാതിരി വീഡിയോസ് അവൈലബിൾ ആണ്, അത് ഇട്ട് അവിടെ വെച്ചാൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ അടുക്കളയിലേക്ക് പണിക്ക് വന്നാലും ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ചെല്ലിപ്പോവും അല്ലെ. അറഫാ ദിനം എന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ച ദിവസമാണ്. അതൊന്നും ഇവിടെ ഇപ്പം വ്യക്തമായി സ്ഥിതിക്ക് ഈ 10 ദിവസങ്ങളും മഹത്വമേറിയതാണ്. അതിൻ്റെ എല്ലാക്കാൾ ഏറ്റവും മഹത്തായ ദിവസമാണ്, ആദരിച്ച ദിവസമാണ് അറഫാ ദിവസം. അറഫാ ദിവസത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ദോഷങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും എത്ര ഭീകരമായിരുന്നാലും അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അന്ന് പൊറുക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താക്കണം? അറഫാ ദിവസത്തിന് അന്ന് ഇതിനു വേണ്ടി അമലുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കണം അല്ലെ. അന്നൊന്നും നമ്മൾ ഒരുപാട് അടുക്കളയിലൊന്നും പണിയെടുക്കേണ്ടതില്ല. അൻ ഉമർ ബിൻ ഷുഐബ് അൻ അബി അൻ ജദ്ദാഹി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു ദുആഇ യൗമൽ അറഫ. ഖൈറു ദുആ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന. അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ പേഴ്സണലി ഒരു ബുക്ക് വേണം, നമ്മുടെ ദുആകളുടെ ബുക്ക് അല്ലെ. ആ ദുആകൾ ഞാനൊക്കെ എഴുതിയിട്ട് എത്രയോ 200 കവിഞ്ഞു പോയിട്ടുണ്ട് ദുആ, പല കാര്യങ്ങളും അല്ലെ. ചിലര് പറയും റബ്ബന ആതിനാ ഫിദ്ദുനിയ പറഞ്ഞാ പോരെ. അപ്പൊ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആണ്. ബട്ട് എന്നാലും നമ്മുടെ ഓരോ നിസാര കാര്യങ്ങളിലെ നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാകാനും, സിറാത്ത് പാലം കുന്നോളം പ്രകാശത്തിൽ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ കടക്കാനും, നമ്മുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ സ്വാലിഹായ മക്കളായി തീരാനും, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ അതൊക്കെ പറയന്നെ വേണോ? അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മള് പിന്നെ ഖബറിലേക്ക് വരണമെങ്കിൽ നമ്മളത് ചോദിക്കണം. അത്ര നല്ല മക്കളെയും ചോദിക്കണം അല്ലെ. വഹൈറമാ കുൽത്തു അന വനബിയ്യൂന മിൻ ഖബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റവാഹു തുർമിദി. അതായത് തുർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പിന്നെ അൽബാനി സ്വഹീഹാക്കിയത്. അതായത് അംറു ബിൻ ശുവൈബിൽ നിന്ന് നിവേദനം. പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥന. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം, അറഫാ ദിനത്തിൽ ഹാജിമാർക്ക് മാത്രമൊന്നും പറയുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമായിരിക്കും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തി നോക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അന്ന് അത് നമ്മൾ എല്ലാ പ്രാർത്ഥനകളും അല്ലെ, ഞാൻ പറഞ്ഞില്ലേ, അന്നേരം ഒന്ന് വാങ്ങാൻ മറന്നുപോയ മൈലാഞ്ചി ട്യൂബ് വാങ്ങാനോ, കുട്ടികളെ ചെരുപ്പ് വാങ്ങാനോ, മുടിമ കുത്തുന്നത് വാങ്ങാനോ, ക്ലിപ്പ് വാങ്ങാനോ ഒന്നും പോകേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് 26-ാം തീയതിക്ക് മുൻപായിട്ട് അതൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അറഫാ ദിനത്തിലാണെങ്കിൽ ദുആകള്, അറഫാ ദിനത്തിൽ ഏറ്റവും അഫ്ളലായ ദിക്റാണ് ഇപ്പൊ ഞാൻ ചൊല്ലിയതിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ അതിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും അഫ്ളൽ ദിക്റാണ്. പിന്നെ ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അറഫാ ദിവസത്തേക്കാൾ കൂടുതൽ നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അന്ന് അവൻ കൂടുതൽ അടുത്തു വരികയും അവരുടെ കാര്യത്തിൽ മലക്കുകളോട് അഭിമാനം പറയുകയും ചെയ്യുന്നത്
എന്ന് കാണാൻ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നില്ലേന്ന് അല്ലെ മലക്കുകളോട് ചോദിക്കും. കാല റബ്ബുക്കലിൽ നമുക്കറിയാം, സൂറത്തുൽ ബഖറ പഠിച്ചവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള മിക്ക ആളുകളും, അവർക്കറിയാം അല്ലെ. വൈകാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുന്നത്, കാലു അതജലു ഫിഹാ മയുഫ്സിദു ഫിഹാ വയസ്ഫിക്കുദ്ദിമാ, പടച്ചോനെ നീ എന്തിനാ മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നത്? ഇവിടെ ചോരപ്പുഴ ഒഴുക്കുവാനും ആൾക്കാർ തമ്മിൽ കച്ചറ കൂടാനും പിണക്കുണ്ടാക്കാനും ഒക്കെയാണോ? ഉമ്മനെ കൊല്ലുന്ന മക്കളും അല്ലെ ബാപ്പനെ കൊല്ലുന്ന മക്കളൊക്കെ ആണ് ഇപ്പോഴത്തത്. ഇങ്ങനത്തെ മക്കൾ അതുകൊണ്ടായിരിക്കാം എന്ത് മലക്കുകൾ അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഇനി അലമോ മാലാത്തലമോൻ അല്ലെ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ എന്നിട്ട് അള്ളാഹു ചോദിക്കും, അറഫാ ദിവസത്തിൽ ഇങ്ങനെ ഹാജിമാരെല്ലാം കൂടെ ഒരൊറ്റ തോളുമല മുണ്ടോട്ട് ഇങ്ങനെ ആ ലോകത്ത് നിൽക്കുമ്പോ അള്ളാഹു ചോദിക്കും, അത്രേ കണ്ടില്ലേ എന്റെ സത്യവിശ്വാസികള്, അതായത് ഭക്ഷണമില്ല, വിശ്രമമില്ല, നഖം മുറിച്ചിട്ടില്ല, മര്യാദയ്ക്ക് കുളിച്ചിട്ടില്ല, സോപ്പ് തേച്ചിട്ടില്ല, സ്പ്രേ അടിച്ചിട്ടില്ല, പാൻറ് ഷർട്ട് ഇട്ടിട്ടില്ല, ബ്രാൻഡഡ് ചെരുപ്പും ഷൂസും ഒന്നുമില്ല, ഒരു ലോക്കൽ ഷൂസും ഇല്ല, ചെരുപ്പൊക്കെ ചവിട്ടി ഈവൻ ഒരു ബെൽറ്റ് പോലും വൃത്തിയുള്ളത് കെട്ടാണ്ട് എന്തൊക്കെയോ ഒരു അലഞ്ഞ തിരിഞ്ഞ കോലത്തിൽ മുടി പാറി പറന്നുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ അറഫ എന്ന് പറയുന്നത്. ഏത് പ്രമാണിയാണെങ്കിലും അവിടുത്തെ രാജാവാണെങ്കിലും എല്ലാരും ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂലേ. മുടി നഖാണെങ്കിൽ കുറെ ദിവസം മുമ്പ് മുറിച്ചു വെക്കണം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കണ്ടില്ല എന്റെ വിശ്വാസികൾ, എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ കാണാൻ ഇവര് സമ്മതിച്ചിരിക്കുന്നത് അള്ളാഹു വളരെ അഭിമാനപൂർവ്വം പറയും അത്രേ. അപ്പൊ അങ്ങനൊക്കെ പറയുന്ന ഒരു സുദിനം നമുക്ക് ഏതായാലും നമ്മളൊക്കെ പോയവര് പോയി, ഇനി പോകാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ തൗഫീഖും നൽകട്ടെ. മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റമദാന്റെ മുമ്പ് ഞാൻ ക്ലാസ് എടുത്തപ്പോ റമദാനിലെ ഉംറനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോ ഓരോരുത്തരും അവർ അള്ളാഹുവിനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു പോയോലെ എന്നെ വീണ്ടും പഠിച്ചാനെ നമുക്ക് ഇങ്ങനെ പൂതിയാകുന്നുണ്ടല്ലോ റമദാനിൽ എങ്ങനെ പോകാന്, പൈസ കയ്യിലില്ലാലോ എന്നൊക്കെ വിചാരിച്ച പലരും അല്ല ഓഫറുകളിലൂടെ അവിടെ എത്തി. അതുപോലെ നിങ്ങൾ പൈസ, ധനം, പിന്നെ ബുദ്ധിമുട്ടുകൾ, ഉമ്മ, ഭർത്താവ്, കുട്ടികൾ, രോഗം, ഇതൊന്നും മനസ്സിൽ വിചാരിക്കണം. നിങ്ങൾക്ക് ഹജ്ജാണോ ആഗ്രഹമെങ്കിൽ ഹജ്ജിന് ദുആ ചെയ്യുക. ഹജ്ജ് റമദാനിലെ ഉംറയാണോ ആഗ്രഹമെങ്കിൽ അത് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇനി അല്ലാത്ത സമയത്താണോ അത് പിന്നെ ഉംറ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മാസം ഹറമിൽ നിൽക്കാൻ പൂതിയുണ്ടോ അത് ദുആ ചെയ്യുക അല്ലെ. ഇന്നല്ലാഹ അനിയ്യുൻ ഹമീദ്, അള്ളാഹു അക്ബർ അല്ലെ. അള്ളാഹുവിനോളം ചോദിച്ചാൽ തരുന്ന മറ്റൊരാളും തന്നെ ഈ ദുനിയാവിൽ ഇല്ല അല്ലെ. അള്ളാഹ് തന്നാൽ അതിന് മടക്കി തരേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മളിപ്പോ ആരോട് ചോദിച്ചാലും അവർക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ. ഭർത്താവല്ലാത്ത അല്ലാത്ത വേറെ ആരോട് എന്ത് വാങ്ങിയാലും നമ്മൾ തിരിച്ചു കൊടുക്കണം. അള്ളാഹു തിരിച്ചു ചോദിക്കുകയില്ല അല്ലെ. അള്ളാഹു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മള് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. ആർക്കെങ്കിലൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ പൂതി ഉണ്ടെങ്കിൽ അള്ളാഹു അത് അടുപ്പിച്ചു തരും. ഇപ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പോകുന്ന ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ദുആ ചെയ്തു. പക്ഷെ ദുആ ചെയ്തപ്പോഴൊന്നും എനിക്കൊരു പ്രതീക്ഷ ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല, ഹസ്ബൻഡിന്റെ കയ്യിലും പ്രതീക്ഷ ഇല്ല, പോകുമെന്ന് വിചാരിച്ചിട്ടുമില്ല. പക്ഷെ എന്തോ ഒരു കാരണവശാല് പറമ്പ് വിറ്റപ്പോ, തറവാട്ട് സ്വത്ത് വിറ്റപ്പോ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിൽ നമുക്കൊരു 5-10 ലക്ഷം ഉറുപ്യ കിട്ടി. നമുക്ക് അത് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാസ്സാകുകയും ചെയ്തു. ഗവൺമെന്റ് കോട്ടയിൽ പോകാനും പറ്റി അല്ലെ. അപ്പൊ നിങ്ങൾ അള്ളാഹു യൻളുറു കുലൂബിക്കുന്നാ പറയുന്നല്ലേ. നിങ്ങളെ കൽബിലേക്ക് അള്ളാഹ് നോക്കുന്നുണ്ട് അല്ലെ. നിങ്ങളെ കൽബിലേക്ക് ഒരാൾ നോക്കിയാൽ കാണൂല. ഈവൻ ഞാൻ വരെ എന്റെ കൽബ് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റൂല അല്ലെ. അത് അള്ളാഹ്ക്ക് കാണാം. അള്ളാഹിന്റെ കണ്ണുകൾ അങ്ങനെ നമ്മളെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ പോലും അല്ലെ അള്ളാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട്, ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ദുആയിൽ ഒരു പിശുക്ക് കാണിക്കരുതില്ലേ. അള്ളാഹു അല്ലെ, അള്ളാഹു എന്ന് പറയുന്നത് പിന്നെ മനുഷ്യന്മാരെ കൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ആയത്തിന്റെ കഷ്ണം വന്നോണം, വക്കാനൽ ഇൻസാന് കത്തൂറ ലൗ ഇൻ കുന്തും എന്തോ ഒരു ആയത്തുണ്ടല്ലോ അല്ലെ. അള്ളാഹുവിന്റെ ഖജനാവിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണെങ്കിലും ഹഷ്യത്തെ ഇംലാക്കി നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ അത് പിടിച്ചു പിശുക്കി വെക്കുമായിരുന്നു. അതായത് അള്ളാഹിന്റെ ഖജാനന്റെ താക്കോല് അള്ള കാത്ത് നമ്മളെ കയ്യിൽ തരാഞ്ഞത് അല്ലെ. നമ്മളത് എടുത്ത് വെച്ചിട്ട് വിചാരിക്കുക നമ്മള് കുട്ടികൾക്ക് കൊടുക്കുക, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടാന്ന് അല്ലെ. അപ്പൊ അത്രയാണ് വക്കാനൽ ഇൻസാന് കത്തൂറ എന്നായ ആയത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര പിശുക്കന്മാരാണ്. നമ്മൾ അള്ളഹാനോട് നീട്ടി ദുആ
ചെയ്യൂല അല്ലെ. ഒരു വീടൊക്കെ ആവണം എന്നിട്ട് വന്ന് പറയുന്നോല് പറയും ഒരു ചെറിയ വീട് നമുക്ക്, ഞാൻ പറഞ്ഞ ചെറുതൊന്നും ആക്കണ്ട, നിങ്ങൾ ചോദിച്ചോളൂ, ടാക്സ് കൊടുക്കണ്ട ചോദിക്കുന്നതിന് അല്ലെ. നമുക്ക് എന്റെ മക്കൾക്കും കുട്ടികൾക്കൊക്കെ റാഹത്തായിട്ട് പാർക്കാൻ വേണ്ടുന്ന ഒരു ഭവനം തന്നെ വേണം. അള്ളഹാനോട് ചോദിക്കുക, അല്ല തരും. നിങ്ങൾ എന്തിനാ ചെറുതാക്കുന്ന, അള്ളഹാനെ കൊച്ചാക്കല്ല നിങ്ങൾ എന്ന് അറിയും അല്ലെ. അതുപോലെ നിങ്ങൾ ആഗ്രഹമുള്ളവരൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്തിട്ട് കിട്ടിയാൽ ഒന്ന് ഗ്രൂപ്പിൽ വന്ന് പറയുകയും വേണം. മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിരേഷൻ ആവട്ടെ അല്ലെ. അപ്പം ഈ ആയത്തുകളുടെ ഒക്കെ വിശദാംശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഫ്ളലു അയ്യാമാണ്. ഈ ദിവസത്തിൽ എന്ത് അമലുകൾ ചെയ്താലും അള്ളാന്റെ അടുത്ത് സ്വീകാര്യമാണ്. അള്ളാഹു ഒരുപാട് പ്രതിഫലം തരൂ. അള്ളാഹു ആകാശലോകത്ത് നിന്ന് എത്തി നോക്കും. അള്ളാഹു നമ്മുടെ പൂർവ്വപിതാക്കൾക്ക്, മാതാക്കൾക്ക്, നമ്മുടെ പൂർവികന്മാർ, നമ്മൾ കാണാണ്ട് പോയ കുറേ ഉപ്പമാര്, വല്യപ്പമാര്, അളാമ്മ, മൂത്തമ്മ, ലാളാപ്പ, മൂത്താപ്പ, അങ്ങനെ ഒരുപാട് അനിയത്തി, ഏട്ടത്തിമാര്, കുറേ ആളുകളുണ്ട് അല്ലെ, നമ്മൾ കാണാണ്ട് മരിച്ചു പോയിട്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പാപമോചനം തേടാം. അവിടെ ഒന്നും ഒരു ലൈസൻസും ഇല്ല, അവിടെ ഒന്നും ഒരു കൺട്രോളും ഇല്ല, അവിടെ ഒരു ബൗണ്ടറി ഇല്ല അല്ലെ. ഇഞ്ഞാക്കെ ദുആ ചെയ്യാം, ഇഞ്ഞാക്ക് അതൊന്നും ഇല്ല, നമുക്ക് ദുആ ചെയ്യാം. അവരാരെങ്കിലും ഇപ്പൊ നരകശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് അവർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് സ്വർഗ പൂങ്കാവനം നൽകട്ടെ, നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. അതുകൊണ്ട് ഈ അറഫാ ദിവസത്തിൽ മറ്റെല്ലാ കർമ്മങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വ്യാപ്തരായിക്കൊള്ളണം. മാത്രവുമല്ല, ഞാൻ ഈ ക്ലാസ് ഇതിന് ഹജ്ജ് മാസം തുടങ്ങുന്നതിന്റെ മുൻപേ ഇട്ടത് ഈ 10 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള എല്ലാ പെരുന്നാൾ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു വെച്ചിട്ട് ഫുൾ ടൈം ദിക്റിലും ദുആകളിലും, ദിക്റിന്റെ കുറെ ഓഡിയോസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അത് ആ ഗ്രൂപ്പിൽ ആഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിട്ടൊരു ദിവസം ഡെയിലി നമ്മളെ റഷീദ, മറ്റേ പാലക്കാട് റഷീദ, അതിന്റെ ഓഡിയോസ് ഇങ്ങനെ ഇടും. അപ്പൊ അത് കേട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ചെല്ലാം. ബാജുക്ക് ഒറ്റക്ക് ചെല്ലുക നമ്മൾ അങ്ങ് വിട്ടുപോകും അല്ലെ. പിന്നെ ആണെങ്കിൽ അധികരിച്ച് ചെല്ലുന്ന ദിക്റുകൾക്ക് നമ്മൾ എണ്ണവും വെക്കേണ്ടതില്ല, വെറുതെ ഇങ്ങനെ ചെല്ലിയാൽ മതി. അപ്പൊ അത് കേട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് നല്ല മെമ്മറൈസേഷനും ആയിരിക്കും, എപ്പോഴും ഓതാനും സാധിക്കും. അതായത് ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ദുൽഹിജ്ജയിലെ, അതായത് വൽഫജിർ വലയാലിൻ അഷർ എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. മുഹമ്മദ് അമാനി മൗലവി എഴുതുന്നു, മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ അതായത് പിന്നെ മുൻഗാമികളിൽ പിൻഗാമികളിലും പെട്ട പണ്ഡിതന്മാർ പറയുന്നു ഈ 10 ദിവസങ്ങളെ കുറിച്ചാണ് വലയാലിൻ അഷർ എന്ന് പറയുന്നത് അല്ലെ. ഫി അയ്യാമിൻ മാലൂമാത്ത്, നിങ്ങൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടില്ലേ. ഖാല ഇബ്നു അബ്ബാസ് ഇന്നഹ അഷറു ദുൽഹിജ്ജ, പിന്നെ 10 ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല അല്ലെ. അപ്പം ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ ഒട്ടനവധി ശ്രേഷ്ഠതകൾ ഉണ്ട്. അപ്പൊ എന്ത് സൽക്കർമ്മം, പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നില്ല എന്ന് വെച്ച് ചാരിറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനോ, അങ്ങനെ ആർക്കെങ്കിലും ഫുഡ് കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലും ദഅവ നടത്താനോ അങ്ങനെ ഒന്നും പോകുന്നോണ്ട് വിരോധമില്ല. അല്ലാത്ത അനാവശ്യം നമ്മുടെ അല്ല എൻജോയ്മെന്റ് മോഡിലുള്ള നമ്മളെ വിരുന്ന്, സൽക്കാരം, പോക്ക് വരവ്, ടൂറ്, പിന്നെ ഷോപ്പിംഗ്, അങ്ങനെ കണ്ടതൊക്കെ നമ്മൾ ഫുള്ളി കൺട്രോൾ ചെയ്യുക. ഫോണിൽ സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക അല്ലെ, ഫോണ് മാറ്റി വെക്കുക. ഫോണിൽ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ മെസ്സേജ് മാത്രം ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടും. ഇതിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ഇനിയിപ്പോ യൂട്യൂബിൽ വന്ന് തുടങ്ങുക പിന്നെ ദുൽഹജ്ജ് മാസം പിറന്ന് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ പണികളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റൂല അല്ലെ. എപ്പോഴും മനുഷ്യരെ ഇപ്പൊ റമദാനാണെങ്കിൽ നമ്മൾ ഒരുപാട് പണികളൊക്കെ നിർത്തിവെച്ച് രാത്രി ഉറക്കൊഴിഞ്ഞു കാഫിരുന്നു ആക്കി. പക്ഷെ റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ കുറേ ബാക്കി പത്രങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുപോലെ ഈ പരിശുദ്ധ ഹജ്ജ് മാസം ആഗതമാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഇബാദത്തിൽ ഫുള്ളി നിമഗ്നരായിരിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ റമദാൻ ആഗതമാകുന്നതോടുകൂടി വേറൊരു പ്രശ്നമുണ്ട്. അള്ളാഹു പിശാചുക്കളെ, ഇബ്ലീസുകളെ ചങ്ങലയിൽ ബന്ധിക്കും. മറ്റൊന്ന് സമൂഹത്തിന്റെ ഒരു ഒഴുക്കാണ്. ആളുകളെല്ലാം ഇബാദത്തിലേക്ക് തിരിയുമ്പോൾ ആ ഒഴുക്കിലേക്ക് നമ്മളും എത്തപ്പെടുന്നു അല്ലെ. റമദാൻ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാവരും തറാവിക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്നു, എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നമ്മളും നോമ്പെടുക്കുന്നു അല്ലെ. പിന്നെ പിശാചിനെ ചങ്ങലക്കിടുന്നു, നരകം ക്ലോസ് ചെയ്യുന്നു, സ്വർഗം ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അന്നേരം നമുക്ക് ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങാം. പക്ഷെ ഈ സമയത്ത് ആ ഒഴുക്കില്ല, നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എനിക്കറിയാം, ഞാനൊരു 10 കൊല്ലം മുമ്പാണ്, 12 കൊല്ലം RCD ടവറിൽ വെച്ചിട്ട് സന്ധ്യ ഒരു 6 മണിക്ക് ശേഷം ക്ലാസ്സിന്, അങ്ങനെ ഞാനും
എൻ്റെ നാത്തൂനും ഒരു വേറെ ആളും കൂടെ നമ്മൾ ഇതുപോലെ ഒരിക്കൽ ക്ലാസ് കേൾക്കാൻ പോയപ്പോൾ ദുൽഹിജ മാസത്തിന്റെ സവിശേഷതകൾ അലി ഷാക്കിർ മുണ്ടേരി എന്ന ഒരു പ്രഗത്ഭ പണ്ഡിതനും കോളേജിന്റെ പ്രിൻസിപ്പാളൊക്കെ അദ്ദേഹം ക്ലാസ് എടുത്തു. അദ്ദേഹം ക്ലാസ് എടുത്തതനുസരിച്ച് നമ്മൾ ആ കൊല്ലം മുതൽ നോമ്പെടുക്കാൻ തുടങ്ങി. അതോ ഭയങ്കര ഫയറിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എവിടുന്ന് ഇങ്ങനെ ഒരു നോമ്പ് കിട്ടി, ഇങ്ങനെ ഒരു 10 നോമ്പ് ഇതുവരെ ആരും പിടിച്ചിട്ടില്ലാലോ, നിങ്ങളോട് ആരേലും വിദഗ്ധത്ത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഗുലുമാലിന്റെ അപ്പീസ് പള്ളി എന്നൊക്കെ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞാൻ എന്തോ വാചകത്തിന് ഇയാളെ സ്പീച്ച് വളരെ നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ സ്പീച്ച് മുഴുവൻ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ചെയ്ത സ്പീച്ചിന്റെ 1 മണിക്കൂറിന്റെ 3-ാമത്തെ മിനിറ്റ്, 1 മണിക്കൂറിന് ശേഷമുള്ള 3-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം അലി ഷാക്കിർ മുണ്ടേരി നോമ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടു കൊടുത്തപ്പോ ഒരൊക്കെ തല താത്തി. അതായത് മിക്ക ആളുകളുടെയും ഒരു ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങള്, ഒരുപാട് ദുആകള്, പിന്നെ സുന്നത്ത് നോമ്പുകളിലൊന്നും വലിയ താല്പര്യമില്ല. അതായത് എല്ലാറ്റിലൊന്നും എല്ലാ അമലുകളും എല്ലാവരും ചെയ്യൂലാലോ. അതാണ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പിന്നെ ബുക്ക് എഴുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് പലതും ഇപ്പൊ ഹിഫ്ലൊന്നും പണ്ടൊക്കെ നന്നായിട്ട് ഹിഫ്ലൊക്കെ ക്ലാസ്സിൽ എല്ലാ പരീക്ഷയിലും ഫസ്റ്റ് വാങ്ങി ഹിഫ്ലിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കിപ്പോ ഹിഫ്ലൊന്നും പറ്റുന്നില്ല. കാരണം ഞാൻ ശ്രദ്ധ വേറെ പല. അപ്പൊ അതുപോലെ അവർക്ക് ചിലപ്പോൾ അതൊന്നും പറ്റുന്നുണ്ടാവില്ല, മേ ബി. പക്ഷെ അതുകൊണ്ട് ഇത് ചെയ്യുന്നവരോട് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല, അല്ലെ? അപ്പം ഈ മാസത്തിൽ, ഈ ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കണമെങ്കിൽ നമ്മളൊന്ന് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ചോദ്യം വരും, നിങ്ങൾക്ക് എന്തിനാ നോമ്പ്, എവിടുന്ന് നോമ്പ്, ആര് പറഞ്ഞു, ഇങ്ങനെ ഒരു നോമ്പുണ്ടോ? നോമ്പുള്ളതിനൊക്കെ ഹദീസും തെളിവുകളൊക്കെ കണ്ടിട്ടോ. ഇൻഷാ അല്ലാഹ് അത് പിന്നെ ഗ്രൂപ്പിൽ തന്നെ ഇഷ്ടംമാതിരി വന്നു തുടങ്ങും. അപ്പം ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളിൽ ഈ 2 സാഹചര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒന്ന്, ആളുകളെ ഒഴുക്കി എല്ലാരും കൂടി നിസ്കരിക്കുന്നു, എല്ലാരും കൂടി നോമ്പെടുക്കുന്നു, എല്ലാരും ത്രാവിക്ക് പോകുന്നു, എല്ലാരും ഇഅ്തികാഫിരിക്കുന്നു, അല്ലെ, എല്ലാരും ധർമ്മം ചെയ്യുന്നു, എല്ലാരും പാവങ്ങൾക്ക് ഉടുപ്പ് വാങ്ങി കൊടുക്കുന്നു, അല്ലെ? അങ്ങനെ അതൊന്നും ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാവൂല. 2, ഇബ്ലീസിന്റെ ആഗമനം, അല്ലെ? ഇബ്ലീസിനെയും കെട്ടിടുന്നില്ല, സ്വർഗം പിന്നെ തുറന്നും വെക്കുന്നില്ല, അല്ലെ? നരകം അടക്കുന്നുമില്ല. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് നമ്മുടെ ഒരു വഴി വെട്ടി തുറന്ന് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒരുങ്ങി പുറപ്പെടണമെന്ന് മാത്രം, അല്ലെ? അതുകൊണ്ട് നാം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ നന്മകൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊല്ലത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കട്ടെ. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകട്ടെ. നമുക്കും ഇതുപോലെ ഹജ്ജിന് പോകാനും പോയവർക്ക് വീണ്ടും കാണാനും പോകാത്തവർ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ. വരുന്ന 10 ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ സൽക്കർമ്മ നിരതരായിക്കൊണ്ട് ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ നമ്മളിലേക്ക് അടുക്കപ്പെടട്ടെ. ഒരുപാട് ഇപ്പൊ ഞങ്ങളുടെ ഫണ്ടിലൊക്കെ പൈസ ഉള്ളപ്പോ ഞാൻ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികൾക്ക് പുസ്തകത്തിനൊക്കെ വേണ്ടിയോലൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും, നമുക്ക് അവർക്കെല്ലാം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് വെച്ചാൽ ഫണ്ടൊക്കെ റൈസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ തരുന്ന 100 മുതൽ 500 മുതൽ 1000 മുതൽ 50 രൂപ വരെയുള്ള ചില തുട്ടുകൾ, പല തുള്ളി പെരുവെള്ളമാണല്ലോ, അല്ലെ? അങ്ങനെയാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. ഈവൻ നമ്മളും കൈയഴിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൊടുക്കാൻ ശ്രേഷ്ഠമായ ദിവസങ്ങൾ, ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ, മഹത്വമുള്ള ദിവസങ്ങൾ, കൂടുതൽ പ്രതിഫലമുള്ള ദിവസങ്ങൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൊടുക്കാനും പുണ്യം നേടുവാനും വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 ദിവസം സൽക്കർമ്മം പ്രവർത്തിക്കുന്നതിൽ ധാരാളം പരിശ്രമിക്കുന്ന പലരും ദുൽഹിജ്ജ് ആദ്യത്തിലെ 10 ദിവസങ്ങളെ കുറിച്ച് അശ്രദ്ധരാണ്. ആശ്ചര്യം തന്നെയെന്ന് കേട്ടോ. അതായത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 ദിവസം സൽക്കർമ്മങ്ങൾ അരയും തലയും മുറുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടെന്ന് പറഞ്ഞ ആ സമയത്ത് ചെയ്യുന്ന അത്രയും തന്നെ ആരും തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അത്രയും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, അല്ലെ? അത് നമ്മളല്ല പറയുന്നത്, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി എന്തൊക്കെ അറിവുകൾ നമുക്ക് കിട്ടുന്നു ആ അറിവുകൾ വെച്ച് അമലുകൾ ആയിഷ പറയും പോലെ എൽമിനെ അമലുകളാക്കാനുള്ള ഒരു ത്വര നമ്മൾ കാണിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ദുൽഹജ്ജ 9 ദിവസവും നോമ്പ് നോൽക്കൽ അനുവദനീയമാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമികളുടെയും അഭിപ്രായം കേട്ടോ. ആരോ ഈ ഗ്രൂപ്പിൽ എഴുതി ചോദിച്ചിരുന്നു നോമ്പ് നോൽക്കാമോ. അപ്പം ഷാഫി, പിന്നെ ഹംബലി,
അനഫി, പിന്നെ എന്തെല്ലാം ഷാഫി, അനഫി, അംബലി, മാലിക്, ഈ 4 ഇമാമുകളും ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യസമേതം നോമ്പ് നോൽക്കാം. എന്ന് വെച്ച് വാശി പിടിച്ച് ആരോഗ്യമില്ലാത്തവരൊന്നും പിടിക്കേണ്ടതില്ല. ഇനിയിപ്പോ ഒന്നൊഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ പിടിച്ചാൽ അത്യുത്തമമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ്, ഏറെ പ്രതിഫലമുള്ളതാണ്, ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മാക്സിമം പിടിക്കാൻ തന്നെ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാ കർമ്മങ്ങളും, നിങ്ങളെ പോക്ക് വരവ്, ഷോപ്പിംഗ്, വിരുന്ന്, സൽക്കാരം, അത് ഇത് ടൂറ് എല്ലാം നിങ്ങൾ അതേ കഴിച്ചു വെച്ചിട്ട് ഈ ദിവസങ്ങൾ ഇതിലേക്കായിട്ട് നീക്കി വെക്കുക അല്ലെ. അങ്ങനെ ദുൽഹിജ്ജ ആദ്യത്തിലെ 9 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട പല ഹദീസുകളിലൂടെയും വ്യക്തമാണ് എന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന ഹദീസുകളൊക്കെ ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിക്റുകളായാലും ദുആകളായാലും അർഫയിലെ ദിവസത്തിലാണെങ്കിൽ ഒരുപാട് അൽ ഹൈറു ദുആഉ അർഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ദുആ അർഫയിലാണ്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യാം, ഒരു മിനിറ്റ് പോലും പാഴാക്കാതിരിക്കുക. ഇനിയിപ്പോ കുട്ടികൾ വീട്ടിലുള്ള സമയം ആയതുകൊണ്ട് നമ്മൾ വെറും അമലുകളിലാവുമ്പോ അവർക്ക് ബോറാവും. അതുകൊണ്ട് അവർക്ക് നല്ല നല്ല പ്രവാചക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, മോട്ടിവേറ്റഡ് ആക്കാൻ, ചീത്ത അറിയേ അവരെ പിന്നെ വാശി പിടിപ്പിക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ഒന്നും ചെയ്യാണ്ട് നല്ല ടോണില് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അവർക്ക് നമ്മളെപ്പോഴും ഫുൾ ടൈം ഇതിലാവുമ്പോ അവർക്ക് ഒരു ഇഷ്ടക്കുറവുണ്ടായി, ഉമ്മ എല്ലാ സമയം ഇതിൽ തന്നെ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. അതുകൊണ്ട് അവരും കൂടെ ഇൻവോൾവ്ഡ് ആവുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. അള്ളാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വരാനിരിക്കുന്ന പരിശുദ്ധ ഹജ്ജിലെ 10 ദിവസങ്ങളിൽ നമുക്ക് ഹൈറായ രീതിയിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാതെ മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ.